മാസങ്ങളായി മുടങ്ങിക്കിടന്ന വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ നിന്നും പാമ്പനാറിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. റോഡിനായി 8 മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകാൻ തേയിലത്തോട്ട ഉടമകൾ സമ്മതിച്ചതോടെയാണ് പണികൾ തുടങ്ങാൻ തീരുമാനിച്ചത്. മാർച്ച് അവസാനത്തോടുകൂടി റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് PMGSY എഞ്ചിനീയർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് യുവജ്യോതി SHG ടയറുകൾ. വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം സാമ്പത്തിക ബാധ്യതയിൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇതാ നിങ്ങൾക്കായി യുവജ്യോതി ടയർ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും. പ്രമുഖ കമ്പനികളുടെ ടയറുകൾ സെക്കൻഡ് ഹാൻഡ് വിലയിൽ ഗുണമേന്മയോടും ഗുണനിലവാരത്തോടുകൂടിയും 1 വർഷം വരെ ഗ്യാരണ്ടിയോടുകൂടിയും വിൽപ്പന നടത്തുന്നു. 2020 PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ നിന്നും ലാൻഡ്രം എസ്റ്റേറ്റ് വരെയുള്ള റോഡിന്റെ പണികൾ തുടങ്ങിയത്. 9 കിലോമീറ്ററാണ് ദൂരം. 5 കിലോമീറ്റർ ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയായിരുന്നു. വീതി കൂട്ടി നിർമ്മിച്ച റോഡരികിൽ തോട്ടം ഉടമ വേലി കെട്ടിയതിനെ തുടർന്ന് പണികൾ മുടങ്ങിയിരുന്നു. ഭൂമി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തോട്ടം ഉടമയ്ക്ക് കത്തയക്കുകയും ചെയ്തു. ഉടമ സമ്മതമറിയിച്ചതോടെ PMGSY അധികൃതർ സ്ഥലത്തെത്തി റോഡ് അളന്ന് അതിർത്തി തിരിച്ച് നൽകുകയും ചെയ്തു. റോഡിൽ സ്ഥാപിച്ചിരുന്ന വേലികൾ കഴിഞ്ഞ ദിവസം തോട്ടം അധികൃതർ തന്നെ നീക്കിയിരുന്നു. നമുക്കിവിടെ ലാൻഡ്രം റോഡിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു പുതിയ ഗ്രൂപ്പ്, ഇന്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അവരെടുത്ത് ഒരു കമ്പിവേലിയൊക്കെ കയറ്റി സ്ഥാപിച്ചിരുന്നു റോഡിലേക്ക്. പക്ഷേ ഇപ്പോൾ എല്ലാം ക്ലിയറാണ്. അവരെന്ത് സഹകരണത്തിനും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സമയബന്ധിതമായി തന്നെ മാർച്ചിനുള്ളിൽ തന്നെ പണികൾ പൂർത്തീകരിക്കാവുന്നതാണ്. അവർ കയ്യേറിയിട്ട വേലികളും മറ്റേ ഇതെല്ലാം മാറ്റി തന്നിട്ടുണ്ട്. നമുക്ക് മാർച്ച് കൊണ്ട് തന്നെ വർക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ്. കുഴപ്പമില്ല. പിന്നെ ഒരു വിഷയം ഉണ്ടായത്, ഞങ്ങൾ വന്ന് ഇവിടെ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ലെറ്റർ വന്നു. ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഞങ്ങൾ സ്ഥലം അഡോപ്റ്റ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 8 മീറ്റർ എന്ന് പറഞ്ഞു. ആ 8 മീറ്റർ മേളിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ, ടേപ്പ് പിടിച്ചു കഴിഞ്ഞാൽ 8 മീറ്റർ തള്ളിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. അത് ഞങ്ങൾ സഹിച്ചു. പക്ഷേ റോഡിൻ്റെ വികസനമാണ് ഞങ്ങളുടെ അത്യാവശ്യം. ഞങ്ങൾക്ക് റോഡ് വരുന്നതിനോട് ഞങ്ങളൊരു എതിർപ്പില്ല. ഇവിടെ രാഷ്ട്രീയക്കാർ പലതും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ റോഡിനെ കുറിച്ച് റോഡ് നന്നായി വരണം, ഡെവലപ്മെൻറ്റ് വേണം. അതാണ് ഞങ്ങളുടെ അത്യാവശ്യം. ഞങ്ങൾക്ക് അതേ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ മുന്നോട്ട് അതിനോടുകൂടി സഹകരിച്ച്, ഡിപ്പാർട്ട്മെൻറ്റിനോടുകൂടെ സഹകരിച്ച് വളരെ ജെന്യൂനായിട്ട് പോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. സ്ഥലം വിട്ടു നൽകിയതോടെ തിങ്കളാഴ്ച മുതൽ പണികൾ തുടങ്ങും. അടിമാലി, കുമളി, കൊട്ടാരക്കര, ദിണ്ടുക്കൽ എന്നീ ദേശീയപാതകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന റോഡാണ് ഇത്. ഈ റോഡ് പണി പൂർത്തിയാകുന്നത് മൂലം പ്രദേശത്തെ ഒട്ടനവധി ആളുകൾക്കാണ് പ്രയോജനപ്പെടുന്നത്. എന്നാൽ ഇതേസമയം ചില തൽപര കക്ഷികൾ റോഡിനെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്തു. റോഡിനെ സംബന്ധിച്ച് തർക്കം ഇന്നലെ കഴിഞ്ഞ ദിവസം വാർത്തകളെല്ലാം വന്നിരുന്നതാണ്. അപ്പോൾ ആ വാർത്തകൾ വന്നിരുന്ന സത്യാവസ്ഥ അതല്ല. റോഡിൻ്റെ വീതി 6 മീറ്റർ മതി എന്നാണ് ഇപ്പോൾ എഞ്ചിനീയർമാർ പറയുന്നത്. അതനുസരിച്ചുള്ള റോഡ് എസ്റ്റേറ്റ് ഭാഗത്തു നിന്ന് എസ്റ്റേറ്റിൻ്റെ മുതലാളിമാർ കൊടുക്കാമെന്നാണ് ഇപ്പം ഇവിടെ വെച്ചുള്ള ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ പണി തുടങ്ങുകയും ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റ് ചില ആൾക്കാരിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് പണി നടക്കാത്തതാണ് എന്ന് അവർ പറയുന്നത്. പലയിടത്തും ഈ 6 മീറ്റർ അവർ എടുത്തിരിക്കുന്ന സ്ഥലം മാത്രമാണ് അവർ എടുത്തേക്കുന്നത്. ഈ ഇപ്പോൾ വീതി എടുത്തേക്കുന്നത് കട്ടിങ് സ്ലോപ്പ് മുതൽ താഴെ വരെയാണെന്നാണ് പറഞ്ഞത്. 8 മീറ്റർ പറഞ്ഞേക്കുന്നത്. ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന ആ ലെവലിൽ തന്നെയാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഒരു വാർത്തകൾ വന്നതിന് ശേഷം ആ പോസ്റ്റ് എല്ലാം തന്നെ പറിച്ചു മാറ്റി ഇപ്പോൾ അവർ സഹകരിക്കാനൊക്കെ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും പെട്ടെന്ന് പണി തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എന്തായാലും തോട്ടം ഉടമകൾ കൂടി വികസന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതോടുകൂടി ഒരു പ്രദേശത്തെ യാത്രാക്ലേശത്തിന് തന്നെ പരിഹാരമാവുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.